65ആണ്. ഇപ്പൊ 55 ഓക്കെ. 65 ഓക്കെ. അപ്പം നമ്മള് 2000 റേറ്റിംഗ് കിട്ടാനുള്ള ഒരു പ്രയത്നത്തിലാണ്. ഓക്കെ. സോ കുറെ ആൾക്ക് ആഗ്രഹമാണ് 2000 റേറ്റിംഗ് എടുക്കണം. സോ ഫസ്റ്റ് മൂവ് ഞാൻ വൈറ്റ് ആണ് E4 കളിച്ചു. നോർമൽ ഡെവലപ്പിംഗ് മൂവ്, സെൻട്രൽ കൺട്രോൾ. സോ ഇവിടെ കളിച്ച മൂവ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രൈസ് ഡിഫൻസ് ആണ്. പ്രൈസ് ഡിഫൻസ് എന്ന് പറയുന്നത് ഓക്കെ. D6 കളിക്കും കേട്ടോ. D6 ഓക്കെ. നോർമലി അങ്ങനെ ആരും അങ്ങനെ ഒരു മെയിൻ ലെവലിൽ കളിക്കാറില്ല, പക്ഷെ ഇത് പ്ലേബിൾ ആണ്. മേ ബി കൺഫ്യൂഷൻ ആയിരിക്കും. എനിക്കിത് അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ D4 കളിച്ച് സെൻട്രൽ കൺട്രോൾ ചെയ്തു. ഓക്കെ. സോ നൈറ്റ് കൊണ്ട് പോൺ അറ്റാക്ക് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ നോക്കി നൈറ്റിനെ കൊണ്ട് സപ്പോർട്ട് ചെയ്യാം. സോ ഞാൻ കുറച്ചും കൂടെ മാറ്റി കളിച്ചു. ബിഷപ്പ് D3 കളിച്ചു. ഓക്കെ. പോൺ സപ്പോർട്ട് അത്രേ ഉള്ളൂ. ലോജിക്കൽ മൂവ്സ് കേട്ടോ, ലോജിക്കൽ മൂവ്സ്. ഓക്കെ. സോ ഫിയാൻജേറ്റ് വരാൻ വരും അവന്മാര്. ബിഷപ്പിന് ഇവിടെ കളിക്കാൻ വരും കേട്ടോ. ഓക്കെ. സോ കുഴപ്പമില്ല, നമുക്ക് കളിക്കാം. നമ്മൾ ഡെവലപ്പ് ചെയ്തു, നമ്മൾ ക്യാസിലാണല്ലോ ഡെവലപ്പ് ചെയ്തു. ഓക്കെ. അവരും അത് തന്നെ നമ്മൾ ക്യാസിൽ ചെയ്തു. സിമ്പിൾ മൂവ്സ് അവരും ക്യാസിൽ ചെയ്ത് കാണാം. ആ ക്യാസിൽ ചെയ്തു. ഓക്കെ. ഇവിടെ വരെ വളരെ ക്ലിയർ ആണല്ലേ. ഇനി ഇപ്പോൾ ലോജിക്കൽ മൂവ് എന്ന് പറയുമ്പോഴത്തേക്കും വേണമെങ്കിൽ റൂക്കിനെ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ. ഇല്ലെങ്കിൽ നൈറ്റ് ഡെവലപ്പ് ചെയ്യാം, ബിഷപ്പ് ഡെവലപ്പ് ചെയ്യാം, എന്തുവേണം ചെയ്യാം. ഇവിടെ ഞാൻ റൂക്ക് E1 കളിച്ചു, സെൻട്രൽ കൺട്രോൾ അത്രേ ഉള്ളേ. നൈറ്റിനോട് അറ്റാക്ക് ചെയ്തു. കുഴപ്പമില്ല, നമുക്കൊരു C3 കളിച്ചിട്ട് പോൺ സ്ട്രക്ചർ ഒക്കെ ഒന്ന് സൂപ്പർ ആക്കി വെക്കും കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ. സോ അവര് സെൻട്രൽ അറ്റാക്ക് ചെയ്തു. ഇവിടെ വേണമെങ്കിൽ D5 പുഷ് ചെയ്യാം, ഈവൻ വെട്ടാതിരിക്കാം, ബിഷപ്പ് ഡെവലപ്പ് ചെയ്യാം, ബിഷപ്പിനെ ഇവിടെ കളിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ വെട്ടി. എന്താണ് അപ്പോഴത്തെ മാനദണ്ഡം എനിക്ക് അറിയത്തില്ല, പക്ഷെ വെട്ടി. പക്ഷെ അത്ര നല്ല മൂവ് അല്ല, കളിക്കാം. വെട്ടി, ക്യാപ്ചർ ചെയ്തു, വെട്ടി. ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു ഓപ്പൺ ഫയൽ വന്നിട്ടുണ്ട്, ഓപ്പൺ ഫയൽ. ഓക്കെ. സോ ഞാൻ കളിച്ച മൂവ് ക്യൂൻ C2 ആണ്. എന്തുകൊണ്ട് കളിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ നൈറ്റിനെ ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ ഈ ബിഷപ്പ് പോകും. അതുകൊണ്ട് തന്നെ ഡെവലപ്പിംഗ് ഭയങ്കര ഡിലേ വരും. അതുകൊണ്ടാണ് ഞാൻ ക്യൂൻ C2 കളിച്ചത്. ഓക്കെ. സിമ്പിൾ. അവർ ഡെവലപ്പ് ചെയ്തു, ലാസ്റ്റ് പീസ് ഡെവലപ്പ് ചെയ്തു, ഞാൻ ഡെവലപ്പ് ചെയ്തു ബിഷപ്പിനെ കേട്ടോ. അത്രേ ഉള്ളൂ. ഡെവലപ്പിംഗ് മൂവ്സ് കളിക്കുന്നത് അത്രേ ഉള്ളൂ, വേറെ ഒരുപാട് റോക്കറ്റ് സയൻസ് അല്ല. ഓക്കെ. അവർ മൂവ് നമുക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് ഇവിടെ കളിക്കാവുന്ന മൂവ് എന്ന് പറയുമ്പോഴത്തേക്കും നൈറ്റ് D2 കളിക്കാം. നൈറ്റ് D2 കളിച്ചെന്ന വിഷയം എന്ന് അറിയാമോ, അവർ ഉടനെ തന്നെ ഇത് കളിക്കും. സോ ഇതിന്റെ ഡബിൾ അറ്റാക്കാ. ഓക്കെ. സോ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. മേ ബി ഇത് കളിക്കായിരിക്കും, പക്ഷെ അതൊക്കെ റിസ്കി, ഹൈ റിസ്കി മൂവ്സ് ഒക്കെ. ഓക്കെ. സോ ഒരു പീസ് പോകും, ഇത് മാർക്ക് ചെയ്തൊരു പീസ് പോകും. അതുകൊണ്ട് തന്നെ അത് കളിച്ചില്ല ഞാൻ. സിംപ്ലി ഫോണിനെ വെട്ടി, നൈറ്റിനെ വെട്ടിയേ. നൈറ്റിനെ വെട്ടി. ഇത് ഇന്നക്രോസേ പറയുന്നത്, പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ നോർമലി ഇങ്ങനത്തെ ക്യാഷർ ശരിയല്ല, കാരണം അവർക്ക് ഒരു ബിഷപ്പ് പേരിനെ കിട്ടുന്നത്. ഓക്കെ. അതുകൊണ്ട് അത് റോങ് ആണെന്ന് പറയുന്ന, പക്ഷെ കളിക്കാം. ഓക്കെ. ഞാൻ ഇവിടെ റൂക്ക് D1 കളിച്ചു. എന്തിനാന്ന് വെച്ചാല് ക്യൂൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് മേ ബി ഓപ്പൺ അറ്റാക്ക് ആക്കി കൊടുക്കാം. അതുകൊണ്ട് ഓപ്പൺ അറ്റാക്ക് കൊടുക്കാം. പുള്ളിക്കാരൻ ഒട്ടും മോശമല്ല, പുള്ളി 2000 റേറ്റഡ് പ്ലെയർ ആണ്. അതുകൊണ്ട് പുള്ളി ഓപ്പൺ ഫയൽ പിടിച്ചു. ഓക്കെ. നമ്മുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. മാറിക്കഴിഞ്ഞാൽ മേ ബി റൂക്ക് പോകുമായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ കളിക്കേണ്ടി വരും. പക്ഷെ ഞാനത് ചെയ്ത് നോക്കിയില്ല, ഞാൻ ഡെവലപ്പ് ചെയ്തു. ഓക്കെ. ഡെവലപ്പിംഗ് മൂവ്. ഇങ്ങോട്ട് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങോട്ട് കളിച്ചു കേട്ടോ. സോ പുള്ളി ബെസ്റ്റ് മൂവ് ആണ്, ക്യൂനെ മാറ്റി ഈ റൂക്കിന്റെ ഇതിൽ നിന്ന്. സോ എന്ത് പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നൈറ്റിനെ ഇങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഇപ്പം, കാരണം ഡബിൾ അറ്റാക്ക് ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, സിംപ്ലി ക്യൂൻ E2 കളിച്ചു. ഇപ്പൊ ഗുഡ് മൂവ്സ്, ബാഡ് അല്ല. എന്റെ ലക്ഷ്യം വെച്ചാൽ ഇപ്പൊ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ഇവിടെ സപ്പോർട്ട് കൊടുക്കാനുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പൊ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ നമുക്കാണെങ്കിൽ. അപ്പൊ അവര് റൂക്ക് ഡബിളിങ് നോക്കും കേട്ടോ, 2 റൂക്കിനോടെ കൊണ്ടുവരാൻ പോവാം. ഓക്കെ. ഭയങ്കര സ്ട്രോങ് ആയിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പരിപാടി, ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ ബിഷപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. എന്റെ ബിഷപ്പ്, സോറി, ഈ ബിഷപ്പ് ഭയങ്കര സ്ട്രോങ് ആണ്. സോ എന്റെ ബിഷപ്പ് വലിയ പണി എടുക്കുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് കളയാന്ന് വിചാരിച്ചു. വെട്ടുവാണെങ്കിൽ നമുക്ക് നൈറ്റിനെ കൊണ്ടുവരാമല്ലോ. സോ അവർ വെട്ടിയില്ല, അവർ ഡബിൾ ചെയ്തു. ഓക്കെ. സോ ഐ എം ഹാപ്പി ടു എക്സ്ചേഞ്ച് ദ ബിഷപ്പ്. സോ ബിഷപ്പിനെ വെട്ടി. സോ അവർ നോർമലി എന്താ ചെയ്യുന്നത് വെച്ചാൽ റൂക്കിനെ ക്യാപ്ചർ ചെയ്യും, അതാണ് ചെയ്യേണ്ടത്. പക്ഷെ അവര് ഈ പോൺ കൊണ്ട് വെട്ടി. എന്താണ് മാനദണ്ഡം എനിക്ക് അറിയത്തില്ല, പക്ഷെ വെട്ടി. പക്ഷെ ഇപ്പൊ നോക്കിയാൽ സ്ട്രക്ചറൽ ഡാമേജ് വന്നു. ഇപ്പൊ ഞാൻ ഹാപ്പി, കാരണം എനിക്ക് മനസ്സിലായി ഞാൻ ബെറ്റർ ആണ് വൈറ്റില്. ഓക്കെ. സോ ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ. അപ്പോൾ ഇവിടെ ഞാൻ സിംപ്ലി ആ റൂക്കിനെ എക്സ്ചേഞ്ച് ചെയ്ത് കളഞ്ഞു ഒരെണ്ണത്തെ. ഓക്കെ. ഡബിളിങ് ഭയങ്കര പരിപാടിയാണ്. ഒരു ക്യൂനെ കൊണ്ടാ വെട്ടിയത്. ഓക്കെ. ഇവിടെ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ വേണമെങ്കിൽ നൈറ്റിനെ ഇവിടെ കളിക്കാം, അറ്റാക്ക് ചെയ്യാം. പക്ഷെ എന്റെ ഒരു പേടി എന്ന് വെച്ചാൽ മേ ബി ഒരു ക്യൂനെ പിൻ ചെയ്ത് വെക്കും. അതൊക്കെ ഒരു പണിയാണെന്ന് വെച്ചിട്ടാണ് ഞാൻ അത് പിന്നെ കാൽക്കുലേറ്റ് നിന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ ഒരു H3 കളിച്ചു. H3 കളിച്ച് ഒരു സേഫ് സ്കോർ ഉണ്ടായി കൊടുത്തു ഇങ്ങനെയൊക്കെ. മേ ബി ബാക്ക് റാങ്ക് വരുന്നു പറയണ്ടല്ലോ. സോ അത് കളിച്ചു. ഇത് പ്ലേബിൾ ആയിരുന്നു കേട്ടോ ഈ മൂവ്. ബെസ്റ്റ് മൂവ് ഇതായിരുന്നു. ഓക്കെ. സോ അവരെന്ത് ചെയ്തു, ഈ മൂവ് കളിച്ചു. മേ ബി ബിഷപ്പ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കളിച്ചു കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു നല്ലൊരു ഫോക്കസ് ഉണ്ടല്ലോ ഈ സ്ക്വയർ. അപ്പോ ഞാൻ വിചാരിച്ചു നൈറ്റിനെ കളിക്കാം, അറ്റാക്ക് വിത്ത് ഡിഫൻസ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ നൈറ്റിനെ കളിച്ചു. ബെസ്റ്റ് മൂവ് ഇൻ ദ പൊസിഷനെ.
ഓക്കെ. സോ ഇവിടെ ക്യൂൻ അറ്റാക്ക് ആണ്, അപ്പൊ അതുകൊണ്ട് ക്യൂനെ മാറ്റിയിട്ടു. ഓക്കെ, ഇവിടെ ഞാൻ കുറെ സമയം എടുത്തു ഇവിടെ. അപ്പൊ എനിക്ക് 8 മിനിറ്റോളം ഉണ്ടേ. അടുത്ത മൂവ് കളിക്കുന്ന ഒരുപാട് സമയം എടുത്തിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഈ പോൺ വീക്കാണ്. അപ്പം എന്റെ ഇതെന്ന് വെച്ചാൽ ക്യൂനെ എങ്ങനെയും പുഷ് ചെയ്ത് ഓടിച്ചിട്ട് ക്യൂന് ഇവിടെ വരുമ്പോഴത്തേക്കും വെട്ടിയിട്ട് ഇത് വെട്ടുമ്പോൾ ഇങ്ങനെ നിൽക്കാം, ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാന്നുള്ളതാണ് എന്റെ പ്ലാൻ. ഓക്കെ. സോ ഇവിടെ ഈ സ്ക്വയറും കവേർഡ് ആണല്ലോ വിത്ത് ബോത്ത് അറ്റാക്ക് ഡിഫൻസ്. പക്ഷേ കാൽക്കുലേഷൻ ചെറുതായിട്ട് മിസ്റ്റേക്ക് പറ്റും. കാരണം ക്യൂവിനെ വെട്ടുമ്പോൾ ഈ റൂക്കിനെ അറ്റാക്ക് ഞാൻ മിസ് ചെയ്ത കാൽക്കുലേഷൻ. ഓക്കെ, അതാണ് പണി കിട്ടിയത്. ഓക്കെ. സോ സിമ്പിൾ B4 കളിച്ചു, ഇത് കളിച്ചു. ഇവിടെ കളിക്കുന്ന മൂവ് A4 ഒക്കെ ആയിരുന്നു. ഓക്കെ, A4 കളിക്കായിരുന്നു എന്നാ പറയുന്നു. മേ ബി റൂക്ക് F1 കളിക്കാം, റൂക്ക് C1 കളിക്കാം. ഓക്കെ, എന്ന് വെച്ചാല് റൂക്ക് ഇത് കളിച്ചു കഴിഞ്ഞാൽ ഇത് പുഷ് ചെയ്താൽ നമുക്ക് വെട്ടാം. വെട്ടി ഇത് വെട്ടുമ്പോഴത്തേക്കും ക്യൂൻ കൊണ്ട് B5 വെട്ടാം. അതാണ് ഐഡിയ കേട്ടോ. സോ ബ്ലണ്ടർ കളിച്ചു. ഇവിടെ കളി ഞാൻ തോറ്റു കേട്ടോ. മീൻസ് ഒരു വെട്ടി ഇത് ടോട്ടലി മിസ്സായിപ്പോയി. ടോട്ടലി മിസ്സായിപ്പോയി ഈ ഒരു ഫോർക്ക് കണ്ടോ. ക്യൂൻ സോറി ക്യൂൻ റൂക്കിനെ നൈറ്റിനെ അറ്റാക്ക് ചെയ്തു. എന്റെ പീസ് കംപ്ലീറ്റ്ലി പോയി. ഞാൻ ഇവിടെ ലോസ്റ്റ് ആണ്. ഇവിടെ 4+ ഒക്കെയാണ് ബ്ലാക്കിന് കാണിക്കുന്നത്. ഇവിടെ എനിക്ക് വേണമെങ്കിൽ കൈയും കൊടുത്ത് എണീച്ചു പോകും. ഞാൻ തോറ്റു. കാരണം ഒരു രക്ഷയില്ല ജയിക്കാൻ. കാരണം പുള്ളി 2000 റേറ്റിംഗ് ഉള്ള ആളാണ്, 2003 റേറ്റിംഗ് ഉള്ള ആളാണ്. ഓക്കെ. സോ ഒരു രക്ഷയില്ല. പക്ഷെ നമ്മളുടെ ഹോപ്പ് കൈവിടരുത്. സോ ഐ ആം എൻട്രിങ് ഇൻ ടു ദ മോൺസ്റ്റർ മോഡ്. സോ ഇവിടെ മോൺസ്റ്റർ മോഡ് ആക്ടിവേറ്റ് ചെയ്യുവാണ്. ഒരു പീസ് പോയി. ഓക്കെ, ഇപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ വിചാരിച്ചു മാക്സിമം അവരുടെ പീസിനെ എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ഒരു അട്ടിച്ച് ഡ്രോയിങ് കിട്ടും. സോ ഇനി ടൈമും കുറവാണ്. പുള്ളിക്ക് 6 മിനിറ്റ്, എനിക്ക് 3 മിനിറ്റ് ഉണ്ട്. ഈവൻ ഒരു പീസ് പോയെന്ന് വെച്ചിട്ട് നമ്മൾ തളരേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് റിസോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഈവൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് എത്രത്തോളം കാലിബർ ഉണ്ടെന്ന്. ഓക്കെ. സോ നമ്മൾ തോറ്റെടുക്കേണ്ട ആവശ്യമില്ല. സോ ഇവിടെ ഞാൻ കളിച്ച മൂന്ന് പറയുമ്പോഴത്തേക്കും റൂക്ക് D1 ആണ്. കാരണം ഇത് എക്സ്ചേഞ്ച് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ഒരു അറ്റ്ലീസ്റ്റ് ഡ്രോയിങ്ങിൽ കിട്ടാൻ സാധ്യതയുണ്ട്. സോ എൻ്റെ ഒരു പീസ് പോയി. ഇവിടെ കംപ്ലീറ്റ്ലി ലോസ് ആണ്. ഞാൻ ഒരു പീസ് പോയി. ഓക്കെ, ഹോപ്പ്ലെസ് ആ. ഒരു ബിഷപ്പ് ക്ലിയർലി അപ്പാ. ഓക്കെ, എനിക്കൊരു പോൺ പോലും ഇല്ല എക്സ്ട്രാ അപ്പ്. ഓക്കെ, ഇവിടെ 6 പോൺ ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? കാം ആൻഡ് കൂൾ. ക്യൂൻ C2 പതിയെ പോണെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഈ പോണിനെ സപ്പോർട്ട് ചെയ്തു. ഇവിടെ ഒരു ചെക്ക്, ഇവിടെ ഈ മൂവ് കളിച്ചു. ഓക്കെ, ഞാൻ G3 കളിച്ചു. ഓക്കെ, ഇവിടെ ഇവർക്ക് വേണമെങ്കിൽ ബിഷപ്പിനെ സാക്ക് ചെയ്യായിരുന്നു വേണമെങ്കിൽ, പക്ഷെ കളിച്ചില്ല. ഒരു ചെക്ക് ഇട്ടു, കിങ് കയറി. ഇപ്പൊ കിങ് എന്റെ ഏകദേശം സേഫ് ആയിട്ടിരിക്കുകയാണ്. ഇനി എനിക്ക് അവരുടെ കിങ് ആണെങ്കിൽ അത്ര സേഫ് അല്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരു കോൺഫിഡൻസ് വന്നത്. സോ ഞാൻ എന്ത് ചെയ്തു? പതിയെ എന്റെ ഒരു ലക്ഷ്യം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്കോർ വീക്കാണ് ഈ ഒരു സൈഡിൽ. അപ്പം ആ സ്കോറിലോട്ട് കൺട്രോൾ ചെയ്തു. അപ്പം നോക്കിയേ, ഇവിടെ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ക്യൂവിനെ ഇവിടെ കളിച്ചു, A4 കളിച്ചു. ലക്ഷ്യം ഈ സ്കോറിൽ എൻ്റർ ചെയ്യാന്നുള്ളതാണ്. വിത്ത് ഈ പോൺ അറ്റാക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ. സോ അവരെന്ത് ചെയ്തു? ക്യൂവിനെ സെൻട്രലൈസ് ചെയ്ത് ഈ പോണിനെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, ഞാൻ സിംപ്ലി ഹാപ്പി. ചെക്ക് കിങ് വന്നപ്പോൾ വെട്ടി. ഓക്കെ, അവർക്ക് വേണമെങ്കിൽ ഈ പോണിനേക്ക് വെട്ടിക്കളയാവേ. സോ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? എന്റെ ക്യൂനെ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുക. ഒരിക്കലും ഇങ്ങനത്തെ മൈനർ പൊസിഷനിൽ, മൈനർ എന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺ ആയിട്ടുന്ന പൊസിഷനിൽ ക്യൂനെ എക്സ്ചേഞ്ച് കളയാൻ പാടില്ല. ഓക്കെ, സോ എൻ ഡി എമ്മിൽ നമ്മൾ പുലിയാണല്ലോ. സോ അതുകൊണ്ട് തന്നെ എൻ ഡി എമ്മിൽ കിട്ടിക്കഴിഞ്ഞാൽ അവനെ പണി ഒതുക്കും നമ്മൾ. സോ ക്യൂൻ ഇവിടെ കളിച്ചു. ഓക്കെ, സെൻട്രലൈസ് ചെയ്തു. ഓക്കെ, അങ്ങോട്ട് ഇങ്ങോട്ട് വേണമെങ്കിൽ പോയി ചെക്ക് കൊടുക്കാം, പക്ഷെ അത് വലിയ കാര്യമില്ല. ഓക്കെ, ഫോൺ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, അത്രേ ഉള്ളൂ. അറ്റാക്ക് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് വേണമെങ്കിൽ ഇവിടെ കളിക്കാമായിരുന്നു, പക്ഷെ ഞാൻ അവിടെ കളിച്ചില്ല. ഫ്യൂച്ചർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കളിച്ചു. ഓക്കെ, ഈ D3 കളിച്ചു. ലക്ഷ്യം എപ്പോഴും ഈ പോണിനെ സപ്പോർട്ട് ചെയ്യാം. ഈ പോൺ പോയാൽ കളി തോറ്റു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ പതിയെ പതിയെ നമുക്ക് നിൽക്കാം. ഓക്കെ, സോ അവരെ എന്ത് കളിക്കും? ഒരു പോണോട് പോയിന്റ്. ഇപ്പൊ എല്ലാം ഇവിടെ ലോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്. ചെക്ക് ഇട്ടു, കവർ ചെയ്തു. ഇപ്പൊ ഒരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഈ പീസിനെ ന്യൂട്രലൈസ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ പീസ് പിൻഡാണല്ലോ, അപ്പം ഈ പീസിന് പവർ ഇല്ല. ഓക്കെ, സോ അതൊരു ഹാപ്പിനെസ് ആണ്. സോ അവരെന്ത് ചോദിച്ചു, ഞാൻ ഇനിയിപ്പോ എനിക്ക് കളിച്ചേ പറ്റൂ. ഇപ്പൊ ഇനി എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഈ ക്യൂന് നല്ല സൂപ്പർ ക്യൂ ആണ്. അപ്പൊ ക്യൂനെ എങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് തന്നെ കൈൻഡ് ഓഫ് സ്യൂസാങ് എന്ന് പറയും. ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ കിങ്ങിനെ എൻട്രി ചെയ്യിച്ചു. ഓക്കെ, ഇത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഒന്ന് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെക്കിട്ടു, തിരിച്ചുപോയി. ഓക്കെ, പിന്നെയും വന്നു, പിന്നെയും വന്നു. ഓക്കെ, ഡ്രോയ്ക്കാൻ ഇത് ചെയ്യുവാണ് 3-4 റെപ്പിറ്റേഷൻ. ഓക്കെ, സോ അവൻ സമ്മതിച്ചില്ല. അപ്പൊ പോൺ പുഷ് വന്നുകൊണ്ട് ഞാൻ തിരിച്ച് പുഷ് ചെയ്തു. ഓക്കെ, സിമ്പിൾ. അറ്റാക്ക് ചെയ്ത് വെട്ടി. ഇപ്പൊ ഒരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഇത് കണ്ടോ, കിങ് സൈഡ് മൊത്തം വീക്ക് ആയിരിക്കണേ. അതൊരു കോൺഫിഡൻസ് ആണ്. നമുക്ക് ഈ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാം. നമ്മുടെ കിങ് റിലേറ്റീവ്ലി ബെറ്റർ ആണല്ലേ, മീൻസ് സേഫ് ആണ്. സോ ഒരു പോണെ കൂടെ വെട്ടിയെടുത്തു കേട്ടോ. ചെക്ക് ഇട്ടു. ഇപ്പൊ വേണമെങ്കിൽ ഇങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പോൺ പോകും. അതുകൊണ്ട് തന്നെ സിംപിളി E3 കളിച്ചു വെക്കാം. ഇപ്പൊ ഈ ബിഷപ്പ് ന്യൂട്രലൈസ് ആണ്, മീൻസ് ഒന്നും പവർ ഇല്ല കേട്ടോ. സോ അതുതന്നെ അവരെ അൺപിൻ ചെയ്യാൻ വേണ്ടി പോയതാ. പക്ഷെ നമ്മൾ അൺപിൻ ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ചെക്ക് ഇട്ടു. ഓക്കെ,
ഇവിടെ ബെസ്റ്റ് മൂവ് എന്ന് പറയുമ്പോൾ പോണിനെ വെട്ടലായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു പോൺ ഗ്രാബ് ചെയ്യണ്ട, നമുക്ക് സിമ്പിളി വെയിറ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് മിസ്ഡ് വിൻ കാണിക്കുന്നത്. ഇവിടെ ഇതായിരുന്നു കറക്റ്റ് മൂവ്. ഓക്കെ, സോ ചെക്ക് ഇട്ടു. നമ്മൾ ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് അധികം പോയി പണി കിട്ടണം. കിങ് എക്സ്പോസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ചെക്ക്. ഇനി എക്സ്ചേഞ്ച് ചെയ്യാൻ വരുവാണ്. നമ്മൾ എക്സ്ചേഞ്ചിന് ഒരു രക്ഷയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കളിച്ചു. എന്റെ ഐഡിയ വെച്ച് ഈ പോൺ സപ്പോർട്ടാണ് കേട്ടോ. പോൺ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെയാലും ഒരു ചെക്കൊക്കെ വന്നാൽ തന്നെ നമുക്ക് ഈ പോണിനെ കളയാൻ പാടില്ല. മേ ബി ഇതൊക്കെ കളിക്കായിരുന്നു, പക്ഷെ അത് അത്ര നല്ല മൂവ് അല്ല. നമുക്ക് കാണാനും പറ്റില്ല. നോക്കി 34 സെക്കൻഡേ ഉള്ളൂ, ഓൾറെഡി 40 മൂവായ. 34 സെക്കൻഡിലാണ് ഇനി കളിക്കുന്നത് മൊത്തം. ഇത് മൊത്തം ഞാൻ കാൽക്കുലേറ്റ് ഈ സെക്കൻഡ് 30 സെക്കൻഡിലാണ്. ഓക്കെ, സോ ഈവൻ ഇൻക്രിമെന്റ് ഉണ്ടെങ്കിൽ പോലും. സോ അവരവിടെ കളിച്ചു, ഞാൻ തിരിച്ചു കളിച്ചു. ഓക്കെ, അങ്ങോട്ടൊന്നും ചെയ്യാം, ഒന്നും ചെയ്യില്ല. ഈ പിന്നിങ് മാറുന്നില്ലല്ലോ, അതാണ് എന്റെ ഐഡിയ. പിന്നിങ് മാറ്റത്തില്ല. ഓക്കെ, പിന്നിങ് മാറി അവൻ എക്സ്ട്രാ പണി കിട്ടും. സോ വി ആർ ഇൻ മോൺസ്റ്റർ മോഡ്. ഓക്കെ, സോ പിന്നെ എക്സ്ചേഞ്ചിന് വന്നു, ചെക്ക് കൊടുത്തു, പോയപ്പം ഒരു പോണി കൂടെ എക്സ്ട്രാ കിട്ടി. ഓക്കെ, ഇതൊക്കെ ആലോചിച്ചോണേ ഈ ചെറിയ ടൈം കൊണ്ട് കളിക്കുന്നതാണ്. ഓക്കെ, ചെക്ക് കൊടുത്തു, ഇവിടെ വന്നു. ഇവിടെ കറക്റ്റ് മൂവ് ഇതായിരുന്നു, കാരണം അങ്ങോട്ട് എസ്കേപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ സിമ്പിൾ ചെക്ക് കൊടുത്തു, കാരണം നമുക്ക് അത്ര ടൈമേ ഉള്ളൂ. അവിടെ പോയി ചെക്ക് കൊടുത്തു. ഓക്കെ, ഇനി ചെക്ക് ഇട്ടുകൊണ്ടിരിക്കാന്നുള്ളേ ഉള്ളൂ. ഇവിടെ വന്നു പിന്നെയും ചെക്ക് കൊടുത്തു, എഗെയിൻ ചെക്ക്, കവർ ചെയ്തു, എഗെയിൻ ചെക്ക്, കവർ ചെയ്തു. ഇനിയിപ്പോൾ ഈ സ്കോറിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മൂവ് കളിച്ചത്. ഓക്കെ, ഇന്നക്രസി ആണ്, പക്ഷെ കുഴപ്പമില്ലാത്ത മൂവാണ്. പിന്നെ അത് മാത്രമല്ലായിരുന്നു, ഈ ഒരു സ്ക്വയർ കൺട്രോളിങ് ആണ്, അതുകൊണ്ടാണ് ഈ പോൺ കൺട്രോളിങ്, അതുകൊണ്ടാണ്. ചെക്ക് കൊടുത്തു, തിരിച്ചു പോയി, ചെക്ക് കൊടുത്തു, അങ്ങോട്ട് പോയി, ഇപ്പം പിന്നെയും ചെക്ക് കൊടുത്തു, അങ്ങോട്ട് പോയി. ഇപ്പൊ ഞാൻ കളിച്ച മൂന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ ചെക്ക് ആണ്. ഓക്കെ, കവർ ചെയ്തു. ഓക്കെ, ഇപ്പോഴും പിന്നിങ് ആട്ടാ, ഈ ബിഷപ്പ് ന്യൂട്രലൈസ് ആയി. സോ ഇവിടെ കളിച്ചു, ഇതൊരു മിസ്റ്റേക്ക് ആയിട്ടാ പറയുന്നത്, പക്ഷേ വേറെ എന്ത് കളിക്ക് ഈ ടൈം കൊണ്ട്. ഓക്കെ, മേ ബി ഇതൊക്കെ പുഷ് ചെയ്യാൻ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കിങ് വീക്കായി പോകും. അത് നമുക്ക് കമ്പ്യൂട്ടർ എഞ്ചിന് കളിക്കാൻ പറ്റും, പക്ഷെ നമുക്കത് കളിക്കാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ടാണ് മേ ബി കളിക്കായിരിക്കും, പക്ക പക്ക ആളാണ് കളിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് അതിനുള്ള ഒരു സ്കില്ലില്ല, അപ്പൊ അതുകൊണ്ട് അങ്ങനെ കളിച്ചു. പിന്നെ എക്സ്ചേഞ്ചിന് വരിക, സോ ചെക്ക് കൊടുത്തു, കവർ ചെയ്തു. ഓക്കെ, ഇവൻ ഇത് പിന്നിങ്ങാ. ഓക്കെ, ഓക്കെ, സ്റ്റിൽ ഈ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കും കേട്ടോ. പിന്നെ എക്സ്ചേഞ്ചിന് വരിക, സോ എക്സ്ചേഞ്ച് മാറി കൊടുത്തു. ഓക്കെ, സ്റ്റിൽ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുവാണ്. ഓക്കെ, ഓക്കെ, ഇവിടെ എനിക്കൊരു ചാൻസ് കിട്ടി കേട്ടോ. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ കുറച്ച് 28 സെക്കൻഡോളം ആലോചിക്കണേ. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മൂവ് കണ്ടുപിടിക്കണം. ബെസ്റ്റ് മൂവിന്റെ പൊസിഷൻ, പിന്നെ എഗെയിൻ. ഓക്കെ, മോൺസ്റ്റർ മോഡ് ആക്ടിവേറ്റഡ്. സോ പിന്നെ എക്സ്ചേഞ്ചിന് വന്നു. actually ഇത് ഇങ്ങനെ ഇത് ചെക്ക് ഇട്ട് വരാനാണ് കേട്ടോ. അപ്പൊ ഞാൻ ചെക്ക് കൊടുത്തു, തിരിച്ചുപോയി ചെക്ക് കൊടുത്തു, ഇങ്ങോട്ട് വന്നു. എഗെയിൻ ഇവിടെ ചെക്ക് കൊടുക്കായിരുന്നു, പക്ഷെ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഓക്കെ, അതാണ് അതിന്റെ ഐഡിയ. ഓക്കെ, അവര് വരും ഒരേ പരിപാടിക്കും കണക്ക് ഇങ്ങനെ കൊണ്ട് വരും ഈ പോണ അറ്റാക്ക്. അപ്പൊ ചെറുതായിട്ട് പാനിക്കായി, പക്ഷെ എഗെയിൻ ചെക്ക്, തിരിച്ചു വന്നു, പുഷ് ചെയ്തു. ഇവിടെ ഞാൻ നല്ലൊരു ഡിസിഷൻ എടുത്തത്, ബെസ്റ്റ് മൂവിന്റെ പൊസിഷൻ. ഓക്കെ, ഇനി നമുക്ക് പതിയെ നമ്മുടെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യാം. ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വല്ലതും വരാൻ പറ്റും പതിയെ പതിയെ കിങ്ങിനെ കൊണ്ട്. ഓക്കെ, അതാണ് എന്റെ പ്ലാൻ. അഗെയിൻ വന്നു, ഈ പോൺ എന്തായാലും പോവും. അവൻ ഇവിടെ വല്ലതും കളിങ്ങനെയൊക്കെ വന്ന് കളിച്ച് പണിയാ. ഓക്കെ, ഇവിടുന്ന് എനിക്ക് ക്യൂനെ മാറ്റാനും പറ്റില്ല, ഈ ചെക്ക് വരും. സോ പുഷ് ചെയ്തു, ഞാൻ വിചാരിച്ചു ഇനി പാസറാക്കാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവൻ ചെക്ക് ഇട്ടു, ഇങ്ങോട്ട് മാറി. റിലേറ്റീവ് എന്റെ കിങ് പിന്നെയും സേഫ് തന്നെയാണ്. ഓക്കെ, സോ ഇതിനെ അറ്റാക്ക് ചെയ്തു കേട്ടോ. അറ്റാക്ക് ഇപ്പൊ മൊത്തം അറ്റാക്കാ, ഫുൾ അറ്റാക്കാ. ഈവൻ 28 സെക്കൻഡേ ഉള്ളേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പാനിക് ആയെങ്കിൽ പോലും, പക്ഷെ നമ്മളിവിടെ കുറച്ച് കൂളായിട്ടിരിക്കുക. ചെക്ക് കൊടുത്ത് ഇങ്ങോട്ട് വന്ന് പിന്നെയും ചെക്ക് കൊടുത്ത് ഡ്രോയിഷ് ആക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി, തിരിച്ചും ഡ്രോയിഷ് ആക്കാം. എഗെയിൻ കിങ് ഇങ്ങോട്ട് വന്നു, ചെക്ക് ഇട്ടു, കിങ് അങ്ങോട്ട് പോയി. ഈവൻ നമുക്ക് ഇവിടെ ചെക്ക് കൊടുക്കാം, ചെക്ക്, ഇവിടെ ചെക്ക്. ഓക്കെ, ആക്ച്വലി ഫൈനലി നല്ലൊരു പൊസിഷൻ കിട്ടിയിരിക്കുകയാണ്. ഒരു പോൺ കൂടെ പോയി എന്തായാലും, പക്ഷെ അപ്പൊ ഞാൻ തിരിച്ചൊരു പോണിനെ എടുത്തു. ഓക്കെ, ഇവിടെ ഇവിടെ ഓക്കെ, രക്ഷപ്പെട്ടു. അവൻ ക്യൂൻ എക്സ്ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇത് അവൻ വിചാരിച്ച് ജയിക്കാന്ന് ഇരിക്കായിരുന്നു. ഓക്കെ, ഇത് ബ്ലണ്ടർ ആണ്. ഓക്കെ, ഐ എം ഹാപ്പി ടു എക്സ്ചേഞ്ച് ദ ക്യൂൻ. ഓക്കെ, ഇവിടെ എന്താ വെച്ചാല് ഇവിടെ എനിക്ക് മനസ്സിലായി, ഇവിടെ ഞാൻ ജയിച്ചു, കാരണം 3 പോകുന്നുണ്ട്. ഇവനാണ് ഇവിടുത്തെ മെയിൻ ആള് കേട്ടാ. ഇവനാണ് ഇവിടുത്തെ മെയിൻ ആള്. ഓക്കെ, മെയിൻ പ്ലെയർ, മെസ്സിനൊക്കെ പോലെ മെയിൻ പ്ലെയർ ആണ്. ഓക്കെ, സോ ഇവന്മാർ രണ്ടും നമ്മുടെ ഡീകോയ്സ് ആണ്. ഓക്കെ, സോ സോറി, ഇവൻ ഡീകോയ്. ഇവനെയാണ് പോണ ക്യൂൻ ആക്കണ്ട കേട്ടാ. ഇവന്മാരെ ഡീകോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സോ കിങ്ങിനെ ഡെവലപ്പ് ചെയ്തു, അവർ കിങ്ങിനെ കൊണ്ടുവന്നു, നമ്മളും കിങ്ങിനെ ഡെവലപ്പ് ചെയ്തു. ഇവിടെ കളിച്ചു, ഇവിടെ കളിച്ചു. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ പുഷ് ചെയ്തു. ഓക്കെ, നമ്മൾ മാക്സിമം അടുത്തോണ്ട് വെക്കാന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, കിങ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പുഷ് ചെയ്ത് ക്യൂനാക്കാൻ പറ്റും കേട്ടോ. ഇവിടെ 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 ആവേശം മൂത്ത് നമ്മൾ 2 പോണൊക്കെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പണി കിട്ടും. എന്താ വെച്ചാൽ ഇവിടെ പിന്നിങ് വരും കണ്ട.
ഈ പോൺ പോവും, പിന്നെ അതിനെ പിടിക്കും അവന്മാർ വന്നിട്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, 1 by 1 ചെയ്യുക. ചെക്ക് കൊടുക്കുക. കിങ് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും ചെക്ക് കൊടുക്കുക. ഇങ്ങനെയാണ് പുഷ് ചെയ്യാം. ഓക്കെ, ഇനി പോകുമ്പോൾ പിന്നെയും പുഷ് ചെയ്യാം. ഓക്കെ, കിങ് ചെക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കിങ് കയറുക അങ്ങോട്ട്. നമ്മൾ ഐഡിയ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, എൻ്റെ ഗെയിം നമ്മളൊരു കില്ലാടി തന്നെ. സോ അവര് വന്നപ്പോൾ നമ്മളും പുഷ് ചെയ്തു. നമ്മുടെ ഐഡിയ ഇത് പുഷ് ചെയ്ത് പോകണം, ഇതാക്കാന്നുള്ളതാണ്. ഓക്കെ, അവിടെ കളിച്ചു. നമ്മൾ കിങ് സപ്പോർട്ടിൽ പുഷ് ചെയ്ത് പോകണം, ഇത് സോറി ക്യൂനാക്കാൻ പോണേ. സോ ഇവിടെ കളിച്ചു. എഗെയിൻ പുഷ്, എഗെയിൻ പുഷ്. ഓക്കെ, പുഷ് 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 പുഷ്കരമാണ്, പുഷ്കരൻ, പുഷ്കരൻ. ഓക്കെ, സോ അവരെന്ത് ചെയ്തു, ബ്ലോക്ക് ചെയ്തു. ബ്ലോക്ക് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, പോൺ പുഷ് ചെയ്യും. സോ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ കിങ് ഇങ്ങോട്ട്, ഈ ഡിഫെൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇവൻ പോൺ പുഷ്, എന്നിട്ട് കിങ് ഇങ്ങനെ കയറിയിട്ട് വന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, കണ്ടോ? സോ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരൻ റിസൈൻ ചെയ്തു. പുള്ളിയെ ലാസ്റ്റ് ടൈം പോയി. സോ വി ആർ റീച്ച്ഡ് 199 till not 2000. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. സോ ടിൽ ദാൻ പുതിയ വീഡിയോ വരെ ബൈ ബൈ.